നരേന്ദ്രമോദിയുടെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ്? ആ ചോദ്യം വീണ്ടും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയാവുകയാണ്. CJP സ്ഥാപകൻ അഭിജിത്ത് ദീപ്കയുടെ പിതാവിന്റെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് വിവരാവകാശ പ്രവർത്തകൻ അമിത് തിവാരി പരാതി നൽകിയതിനെ തുടർന്നാണ് സംഭവവികാസം. വിഷയത്തിൽ പ്രതികരിച്ച് സംസാരിക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്ന് പറയാൻ കഴിയുമോ എന്ന മറുചോദ്യം ചോദിക്കുകയായിരുന്നു അഭിജിത്ത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും കൗതുകവും കൃത്യമായ രേഖകളൊന്നും പുറത്തു വരാത്തതുമായ ഒരു കാര്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദ്യാഭ്യാസ യോഗ്യത. എന്റെ രേഖകൾ നൽകാൻ ഞാൻ തയ്യാറാണ്, പകരം പ്രധാനമന്ത്രിയുടെ വിദ്യാഭ്യാസ രേഖകൾ പുറത്തുവിടാൻ ധൈര്യമുണ്ടോ? അഭിജിത്തിന്റെ ആ ചോദ്യം സോഷ്യൽ മീഡിയയെ വീണ്ടും ചൂടുപിടിപ്പിച്ചിരിക്കുകയാണ്. ഉത്തരം കിട്ടാത്ത ആ സങ്കീർണമായ ചോദ്യത്തിന്റെ പിന്നാമ്പുറ കഥകൾ എന്തെല്ലാമാണ്? പുറത്തു കിട്ടാൻ കഴിയാത്ത രീതിയിലുള്ള എന്ത് സ്വകാര്യത വിഷയമാണ് അതിലുള്ളത്? നമുക്ക് നോക്കാം. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് നരേന്ദ്രമോദി താൻ ഗുജറാത്ത് സർവകലാശാലയിൽ നിന്ന് പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ടെന്ന് വ്യക്തമാക്കിയത്. എന്നാൽ അദ്ദേഹം മുമ്പ് മത്സരിച്ച തിരഞ്ഞെടുപ്പുകളിലെ സത്യവാങ്മൂലങ്ങളിലെ വിദ്യാഭ്യാസ വിവരങ്ങളുമായി ഇതിൽ ചില പൊരുത്തക്കേടുകൾ ഉണ്ടെന്ന ആക്ഷേപവുമായി രാഷ്ട്രീയ എതിരാളികൾ രംഗത്തെത്തിയതോടെയാണ് ഈ വിഷയം ആദ്യമായി വലിയൊരു പൊതുചർച്ചയായി മാറിയത്. പക്ഷേ മുൻപ് അദ്ദേഹം മത്സരിച്ച ഇലക്ഷനുകളിൽ നൽകിയിരുന്ന വിവരങ്ങൾ ഇതുമായി സമാനമായിരുന്നെങ്കിലും സർവകലാശാല രേഖകളൊന്നും സമർപ്പിച്ചിരുന്നില്ല. വിഷയം പുറത്തുവന്നതിന് പിന്നാലെ വിവരാവകാശ പ്രവർത്തകരും സാമൂഹിക പ്രവർത്തകരും മോദിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ട് ഡൽഹി സർവകലാശാലയ്ക്കും ഗുജറാത്ത് സർവകലാശാലയ്ക്കും പ്രധാനമന്ത്രിയുടെ ഓഫീസിനും അപേക്ഷകൾ നൽകി. ഇപ്പോൾ ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞ് കാത്തിരുന്നെങ്കിലും പക്ഷേ മൗനം മാത്രമായിരുന്നു മറുപടി. ഗുജറാത്തിലെ സാമൂഹ്യ പ്രവർത്തകൻ നീരജ് ശർമ്മ നൽകിയ അപേക്ഷ പ്രധാനമന്ത്രിയുടെ ഓഫീസ് തള്ളിക്കളയുക കൂടി ചെയ്തതോടെ വീണ്ടും വിഷയം കത്തിക്കയറി. വ്യക്തിഗതമായ സ്വകാര്യത ചൂണ്ടിക്കാട്ടിയാണ് സർവകലാശാലകളും പ്രധാനമന്ത്രിയുടെ ഓഫീസും ഈ വിവരങ്ങൾ നൽകാൻ വിസമ്മതിച്ചത് എന്നതായിരുന്നു വിശദീകരണം. ഇതോടെ നിരവധി ആളുകൾ മോദിക്ക് നേരെ പരിഹാസം ചൊരിഞ്ഞു. സുപ്രീം കോടതി മുൻ ജഡ്ജിയും പ്രസ് കൗൺസിൽ ചെയർമാനുമായിരുന്ന മാർക്കണ്ഡേയ കട്ജു ട്വിറ്ററിലൂടെ ഇതിനോട് പ്രതികരിച്ചത് മോദിയുടെ ബിരുദങ്ങളെല്ലാം വ്യാജമാണെന്ന് തനിക്ക് 100% ഉറപ്പുണ്ടെന്നും മോദിയുടെ വിദ്യാഭ്യാസ യോഗ്യത വെളിപ്പെടുത്താനുള്ള വിവരാവകാശ പ്രകാരമുള്ള അപേക്ഷയിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് മറുപടി നൽകുകയാണെങ്കിൽ താൻ തലമൊട്ടയടിക്കും എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ വെല്ലുവിളി. തുടർന്ന് വിഷയം നിയമ പോരാട്ടങ്ങളിലേക്ക് നീങ്ങി. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ളവർ ഈ ആവശ്യമായി ശക്തമായി രംഗത്ത് വന്നു. 2016 സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ ഗുജറാത്ത് സർവകലാശാല, ഡൽഹി സർവകലാശാല എന്നീ അതോറിറ്റികളോട് നരേന്ദ്രമോദിയുടെ വിദ്യാഭ്യാസ യോഗ്യത സംബന്ധിച്ച വിവരങ്ങൾ പരസ്യപ്പെടുത്താൻ ഉത്തരവിട്ടു. എന്നാൽ ഇതിനെതിരെ സർവകലാശാലകൾ കോടതിയെ സമീപിച്ചു. ഒടുവിൽ 2023 ഗുജറാത്ത് ഹൈക്കോടതി പ്രധാനമന്ത്രിയുടെ ബിരുദ വിവരങ്ങൾ നൽകണമെന്ന CIC ഉത്തരവ് റദ്ദാക്കണമെന്നും വിവരാവകാശ അപേക്ഷ നൽകിയ കെജ്രിവാളിന് 25,000 രൂപ പിഴ ചുമത്തുകയും ചെയ്യുകയുണ്ടായി. കോടതി കൂടി ആ നിലപാടെടുത്തോടെ പൊതുവെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ചുള്ള ചർച്ചകൾ ഒന്ന് കെട്ടടങ്ങിയതാണ്. ഇപ്പോൾ അഭിജിത്ത് ദീപ്കയുടെ പുതിയ വെല്ലുവിളിയോടെ ഈ വിഷയം വീണ്ടും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സജീവമായിരിക്കുന്നു. കൃത്യമായ ഔദ്യോഗിക രേഖകൾ പുറത്തു കാണിച്ച് ഈ ചർച്ചകൾക്ക് വിരാമമിടാൻ സാധിക്കാത്തതിനാൽ തന്നെ ഇനിയും ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോഴും പ്രതിരോധിക്കാൻ കഴിയാതെ മൗനമായിരിക്കാനേ BJPക്ക് കഴിയും. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യചിഹ്നമായി തന്നെ ഈ വിഷയം അവശേഷിക്കുകയാണ്. ഇത്തരം ചെറിയൊരു രേഖ, അതായത് ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് പരസ്യമായി പുറത്തു കാണിച്ച് എതിരാളികളുടെ വായടപ്പിക്കാൻ എന്തുകൊണ്ട് BJP നേതൃത്വത്തിനോ നരേന്ദ്രമോദിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല? അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന്റെ കയ്യിലെ ഏറ്റവും വലിയ ആയുധങ്ങളിൽ ഒന്നായി ഈ വിഷയം ഇന്നും നിലകൊള്ളുന്നു. സർവകലാശാല രേഖകൾ പരിശോധിക്കാൻ അനുവദിക്കാത്തതും നിയമ പോരാട്ടങ്ങളിലൂടെ വിവരങ്ങൾ രഹസ്യമായി വെക്കുന്നതും ഇവിടെ മറച്ചുവെക്കാൻ എന്തൊക്കെയോ ഉണ്ട് എന്ന സംശയം ജനങ്ങളിൽ വളർത്തുകയുള്ളൂ. തന്നെക്കാൾ വലിയ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരെക്കാൾ മികച്ച രീതിയിൽ രാജ്യം ഭരിക്കുന്നുണ്ടെന്നും ഇന്ത്യയെ ലോകത്തിന്റെ നെറുകയിലെത്തിക്കാൻ തനിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞ് തന്റെ വിദ്യാഭ്യാസ യോഗ്യതകളെക്കുറിച്ചുള്ള ചോദ്യങ്ങളെ നരേന്ദ്രമോദി പലപ്പോഴും തള്ളിക്കളയാറാണ് പതിവ്. ഭരണനേട്ടങ്ങൾ മുൻനിർത്തി ഇത്തരം ന്യായീകരണങ്ങൾ നിരത്തുമ്പോൾ ജനാധിപത്യത്തിൽ ഭരണാധികാരികൾ നൽകേണ്ട ഉത്തരവാദിത്വത്തെക്കുറിച്ച് പൊതുസമൂഹം ഗൗരവകരമായി ചിന്തിക്കേണ്ടതുണ്ട്. ചരിത്രം നമ്മെ പഠിപ്പിച്ച ഒരു പാഠമുണ്ട്. ഭരണാധികാരികൾക്ക് തെറ്റുപറ്റുമ്പോൾ അത് തിരുത്താൻ ഈ രാജ്യത്തെ ചെറുപ്പക്കാർക്ക് തെരുവിലിറങ്ങേണ്ടി വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇന്ത്യ കണ്ടതുമാണ്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്ന ഒരു ഭരണാധികാരിയുടെ യോഗ്യതകളെക്കുറിച്ചും അദ്ദേഹത്തിന്റെ പശ്ചാത്തലത്തെക്കുറിച്ചും അറിയാൻ പൗരന്മാർക്ക് അവകാശമുണ്ട്. ആ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കും തോറും ചെറുപ്പക്കാരുടെ വായിൽ നിന്നും സമൂഹത്തിന്റെ നാവുകളിൽ നിന്നും പ്രധാനമന്ത്രിക്ക് ഇനിയും ആ ചോദ്യങ്ങൾ കേൾക്കേണ്ടി വരും എന്നത് തീർച്ചയാണ്.